സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തെലുങ്കിൽ അഭിനയിക്കുന്നു. ജനത ഗ്യാരേജ് എന്നാണ് സിനിമയുടെ പേര്. ജൂനിയർ NTRനോടൊപ്പം നായക തുല്യവേഷത്തിലാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. അന്യോന്യമുള്ള സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായി കഴിഞ്ഞ ദിവസം മോഹൻലാൽ ജൂനിയർ NTRന് ഒരു കൃഷ്ണ വിഗ്രഹം സമ്മാനിച്ചിരുന്നു. ഈ സ്നേഹാധിക്യത്തിന് പകരമായി ജൂനിയർ NTR മോഹൻലാലിന് വേണ്ടി ഒരു അത്താഴ വിരുന്ന് തന്നെ ഒരുക്കിയിരുന്നു. ഇവർ തമ്മിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന സൗഹൃദത്തിന്റെ സാക്ഷ്യങ്ങളാണ് ഇതൊക്കെ. മോഹൻലാൽ നായകനാകുന്ന ഒപ്പം എന്ന സിനിമയ്ക്ക് ശേഷം പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന അടുത്ത മലയാള സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്നു. മണിയൻ പിള്ളരാജു നിർമ്മിക്കുന്ന പ്രിയദർശൻ പൃഥ്വിരാജ് സിനിമയുടെ ചർച്ച കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വിനീത്, ലക്ഷ്മി ഗോപാലസ്വാമി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിനോദ് മങ്കര തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന കാംബോജി ഒറ്റപ്പാലത്ത് ചിത്രീകരണം തുടങ്ങി. നിർമ്മാതാവ് ലക്ഷ്മി M പത്മനാഭൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു. വിനീത് ആദ്യ ക്ലാപ്പടിച്ചു. മോഹിനിയാട്ടത്തിന്റെയും കഥകളിയുടെയും പശ്ചാത്തലത്തിൽ വിരിയുന്ന പ്രണയ കഥയാണ് കാംബോജിയുടെ ഇതിവൃത്തം. നെടുമുടി വേണു, ഇന്നസെന്റ്, ശ്രീജിത്ത് രവി, ശരത്, ശിവജി ഗുരുവായൂർ, നാരായണൻകുട്ടി, ലെന, വിജയപ്രസാദ്, ചിന്നു കുരുവില തുടങ്ങിയവരാണ് പ്രധാന താരങ്ങൾ. കാംബോജിയുടെ ഷൂട്ടിംഗ് ഒറ്റപ്പാലത്ത് ആരംഭിച്ചു. എഡ്യൂക്കേഷൻ ലോൺ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ മോനി ശ്രീനിവാസൻ മലയാളത്തിലും തമിഴിലുമായി ഒരുക്കുന്ന ഹൊറർ ത്രില്ലറാണ് ഒരു വാതിൽ കോട്ട. കഥ ബാബു ഫുഡ് ലൂസേഴ്സ്, തിരക്കഥ സംഭാഷണം പായിപ്പാട് രാജു, ഛായാഗ്രഹണം ബാബു രാജേന്ദ്രൻ, സംഗീതം ജസിക്കിഫ് ബാലഭാസ്കർ, പായിപ്പാട് രാജു. വി ക്രിയേഷൻസിന്റെ ബാനറിൽ ദ ഫുഡ് ലൂസേഴ്സ് ആണ് ഒരു വാതിൽ കോട്ട നിർമ്മിക്കുന്നത്. നിഷാന്ത് സാഗർ, സോന നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. കൂടാതെ ഗീതാ വിജയൻ, കലാഭവൻ നാരായണൻകുട്ടി, പ്രേംകുമാർ, ബിജുക്കുട്ടൻ എന്നിവരും പ്രധാന താരങ്ങളാകുന്നു.